ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ്. പക്ഷിപ്പനിയെ തുടർന്ന് കോഴിയിറച്ചി വിഭവങ്ങൾ നിരോധിച്ചിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമകളുടെ ഈ പ്രതിഷേധം. ശീതീകരിച്ച കോഴിയിറച്ചി ഉപയോഗിക്കാൻ പോലും അനുമതി നൽകാത്തതാണ് ഹോട്ടൽ ഉടമകളെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത്. ജില്ലയിലെ 32 പഞ്ചായത്തുകളിലും ആലപ്പുഴ, ഹരിപ്പാട് നഗരസഭകളിലുമാണ് കോഴി, താറാവ്, കാട എന്നിവയുടെ ഇറച്ചിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഹോട്ടലുകൾ ഇന്ന് അടച്ചിട്ട് സമരം ചെയ്യുന്നത്. ഈ ഹോട്ടൽ ഉടമകളുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ശീതീകരിച്ച ഇറച്ചി വിൽക്കാൻ പോലും അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ്, ഇതൊരു നിഷേധാത്മകമായ സമീപനമാണ് എന്നാരോപിച്ചുകൊണ്ടാണ് സമരത്തിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ ഇന്ന് ഹോട്ടൽ അടച്ചിട്ട് സമരം ചെയ്യുന്നത്. ബീഫ് മാത്രമേ നമുക്കിപ്പോൾ അലൗഡ് ഉള്ളൂ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി. വരുന്ന ആൾക്കാർക്ക് 98% ചിക്കൻ്റെ ഐറ്റംസും വിഭവങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അത് ചോദിച്ചു വരുന്നതൊക്കെ ഇല്ലയെന്ന് പറയുമ്പോൾ അവർ തിരിച്ചങ്ങ് പോവുകയാണ്. വേറെ എന്ത്, ഇപ്പോൾ 10-15 ജോലിക്കാരുമായിട്ട് ഞങ്ങളിങ്ങനെ ഇത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ഹോട്ടലിൽ തുറന്നു വെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുക. ഇവിടെ അവധി ആഘോഷിക്കാനായി ധാരാളം ആളുകൾ എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ന്യൂ ഇയർ, ക്രിസ്മസ് അവധി ദിനങ്ങൾ. ഉത്തരേന്ത്യയിൽ നിന്നടക്കം ധാരാളം വിനോദസഞ്ചാരികൾ ആലപ്പുഴയിൽ എത്തിയിട്ടുമുണ്ട്. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഹോട്ടൽ സമരം. എന്ന് മാത്രവുമല്ല, ഈ ദിവസങ്ങളിൽ ഒരു ദിവസം കട അടച്ചിടുന്നത് ഹോട്ടൽ ഉടമകൾക്കും വലിയ ഭീമമായ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ആലപ്പുഴയിൽ ടൂറിസത്തെ ശരിക്കും ബാധിച്ചിരിക്കുന്നൊരു ഘടകമാണ്. നോർത്ത് ഇന്ത്യൻസ് വന്ന ചിക്കൻ അല്ലാതെ മറ്റൊരു വിഭവം അവർ കഴിക്കാറില്ല. ഞങ്ങൾക്ക് ഫ്രോസൺ ചിക്കനെങ്കിലും വിൽക്കാനുള്ള അനുമതി ഭരണാധികാരികൾ തരണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് KHRയുടെ ഇതിൽ ഞങ്ങൾ ഈ കടകളടച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് കടകളിൽ നിന്ന് അടച്ച് ഹർത്താൽ ആചരിക്കുന്നത്. പക്ഷിയിറച്ചി വിൽപ്പന നിരോധനത്തിൻ്റെ സമയം നാളെയാണ് അവസാനിക്കുക. നാളെ കളക്ടറും മറ്റും യോഗം ചേർന്ന് എന്താണ് തുടർ നടപടികൾ എന്ന് തീരുമാനിക്കും. അനുകൂലമായൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.